മുനിയറ കാണാനാണ് നമ്മൾ പോകുന്നത്. ആ കാണുന്ന മലയുടെ അങ്ങുവശത്താണ് എത്തിച്ചേരേണ്ടത്. പോകുന്ന വഴികളിൽ ആനപ്പിണ്ടവും ആനയെയും കാണാൻ സാധിക്കും. ഇന്ന് ഇതുവരെ ആനയെ കണ്ടിട്ടില്ല. മനോഹരമായ കാഴ്ച. പച്ചപ്പുൽമേട് അങ്ങകലെ കാണാം. ഇതാ ഇവിടെ എണ്ണപ്പനത്തോട്ടത്തിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അഭിപ്രായങ്ങളും എഴുതണമെന്നും ലൈക്ക് പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. പ്രോത്സാഹനങ്ങളാണല്ലോ മറ്റുള്ളവരുടെ ശക്തമായ പ്രവർത്തനത്തിന് കാരണമാകുന്നത്. രണ്ടു വശത്തും തേക്ക് പ്ലാന്റ് ചെയ്തിരിക്കുന്നു. കാണാൻ മനോഹരമായ കാഴ്ച. പച്ച പുൽത്തകിടിയോട് കൂടിയ എണ്ണപ്പനത്തോട്ടം കാണേണ്ട കാഴ്ച തന്നെ. നമ്മൾ വെറ്റിലപ്പാറ എസ്റ്റേറ്റിനടുത്താണ്. വെറ്റിലപ്പാറ പാലം സിൽവർ സ്റ്റോമും അടുത്താണ്. പ്ലാന്റേഷൻ കോർപ്പറേഷൻ്റെ റബ്ബർ തോട്ടമാണ് കാണുന്നത്. മനോഹരമായി നമുക്ക് കാണാം. ശക്തമായ മഴയായതിനാലാണ് ഇലകൾ പൊഴിഞ്ഞു പോയിരിക്കുന്നത്. പച്ച പിടിച്ച പ്രദേശം, നിരന്ന പ്രദേശം. റോട്ടിലൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ ഈ കാഴ്ച വലിയ മനോഹാരിത നൽകുന്നു. കുറച്ച് ദൂരം കൂടി എത്തുമ്പോൾ വെറ്റിലപ്പാറ പാലം നമുക്ക് അകലെ നിന്നും കാണാം. നമ്മൾ ആ വഴി പോയിക്കൊണ്ടിരിക്കുന്നു എന്ന് മാത്രം. രണ്ട് വശത്തും തേക്കും പ്ലാന്റാണ് കാണുന്നത്. ആനകളെ കാണാൻ സാധ്യതയുണ്ട്. ഇവിടെ നിന്നും ഇവിടുത്തെ ഒരു നാട്ടുകാരൻ പറഞ്ഞത് 5 ആനകൾ കടന്നു പോയിട്ടുണ്ട്, അതിനാൽ സൂക്ഷിച്ചു പോകണം എന്നാണ്. ആനകളും പുലികളും ഇവിടെ ഉണ്ട് എന്നാണ് അവർ പറഞ്ഞത്. പക്ഷേ നമ്മൾ അകലെ നിന്നും വന്നതിനാൽ നമുക്കിതിനെ ഭയമില്ലാത്തതിനാലും നേരിട്ട് പോയി കാണാൻ ശ്രമിക്കും. ഇവിടെ നിന്നാണ് നമ്മൾ മുകളിലേക്ക് പോകേണ്ടത്. താഴത്തു നിന്നും ആനകൾ കയറിപ്പോയി എന്ന് പറയുന്നത് തൊട്ട് പുറകുവശത്താണ്. ഇതിൽ നിന്നും ഈ ഏരിയയെപ്പറ്റി കൂടുതൽ മനസ്സിലാക്കേണ്ടതും ഉണ്ട്. ഇവിടുന്ന് അതിരപ്പള്ളിക്ക് കുറച്ച് ദൂരമേ ഉള്ളൂ. ഇതിനെ 3-ാം ബ്ലോക്ക് അല്ലെങ്കിൽ അതിരപ്പള്ളി ജംഗ്ഷൻ എന്നാണ് പറയുന്നത്. ഇതിൽ ബസ് സർവീസുണ്ട്. 15-ാം ബ്ലോക്കിൽ വരെ പോസ്റ്റ് ഓഫീസ് വരെ ബസ് സർവീസുണ്ട്. അവിടെ നിന്നും അയ്യമ്പഴ വഴി കാലടി ഒക്കെ പോകാവുന്നതുമാണ്. ഇതിന് അങ്ങേവശത്താണ് ആനകളെ കാണാറ്. ഇവിടുന്ന് വലതുവശത്തേക്കാണ് ആനകൾ കയറി പോകാറ്. കാരണം ഇടതുവശം പുഴയാണ്. പുഴ വട്ടം കടന്നും അതിലെ അവർ നടന്ന് മുന്നോട്ട് കയറി പോകാറുണ്ട്. നമുക്കിനി പോകേണ്ടത് വലത്തോട്ടാണ്. വലത്തോട്ട് പോയാൽ വനമാണ് ഇതിന് മുകളിൽ വശത്ത്. ഇത് പ്ലാന്റേഷൻ കോർപ്പറേഷൻ്റെ സ്ഥലമാണ്.
ഇപ്പോൾ ഇവിടെ ജോലിക്കാരുണ്ടാവില്ല, കാരണം ഉച്ച നേരമാണ്. ഉച്ചയാവുമ്പോഴേക്കും ആൾക്കാരൊക്കെ ജോലി കഴിഞ്ഞ് പോയിട്ടുണ്ടാവും. അതിനാൽ ഈ പ്രദേശത്ത് ആനയുടെ കാൽപാദമാണ് നമ്മൾ കണ്ടത്. ഇതുവഴി ആന പോയിട്ടുണ്ട്. ആനയെ നേരിട്ട് കാണാൻ സാധിക്കുമെന്നും വിചാരിക്കുന്നു. ആന അകലങ്ങളിലാണെങ്കിൽ പേടിക്കേണ്ടതില്ല. പച്ച വിരിച്ച പ്രദേശമാണ്. ഈ റബ്ബർ തോട്ടം കോർപ്പറേഷൻ്റെയാണ്. നമ്മൾ ഇതിലൂടെ മുന്നോട്ട് പോകേണ്ടതുണ്ട്. അപകടകരമായ ഒരു നടത്തമാണ്. സൂക്ഷിച്ച് എല്ലായിടത്തും ശ്രദ്ധിച്ചുകൊണ്ടാണ് പോകുന്നത്. ഇവിടെ എവിടെയോ ആണ് മുനിപ്പാറ. പഴയ കാലത്താണ് ഞാൻ വന്നിട്ടുള്ളത്. ഇവിടെ നിന്ന് കുറച്ച് ദൂരം കൊണ്ട് ചെന്നാൽ വനമാണ്. അവിടെ എല്ലാത്തരം കാട്ടുമൃഗങ്ങളും ഉണ്ടാകും. മഴയുടെ സൂക്ഷിച്ച് വേണം കാണുന്നുണ്ട് പോകാൻ. എന്നാലും മലയുടെ അടുത്ത് എത്തിയിട്ടുണ്ട്. ആന ഇവിടെ എവിടെ വേണമെങ്കിലും കാണാം സാധ്യതയുണ്ട്. മഴ ചെറുതായി പെയ്തു തുടങ്ങി. ഇതുവരെ മുനിപ്പാറ കണ്ടെത്തിയിട്ടില്ല. ഒരു മയിലാണ് ആ കാണുന്നത്. ആ മയിൽ എന്നെ കണ്ടപ്പോൾ ഒളിഞ്ഞ് തൂപ്പിൻ്റെ ഇടയിലൂടെ നീങ്ങുന്നതാണ്. ഇതിനു മുമ്പ് വേറെ സ്ഥലങ്ങളിലും മയിലിനെ കണ്ടിരുന്നു. വലിയ മഴ വരുന്നതിനാൽ അതിസ്പീഡിൽ നമ്മൾ നടന്നാണ് പോണത്. മഴ അല്ലെങ്കിൽ വലിയ രീതിയിൽ കുഴപ്പമുണ്ടാക്കാൻ സാധ്യതയുണ്ട്. മരങ്ങളൊക്കെ ഒടിഞ്ഞു വീഴാനും സാധ്യതയുണ്ട്. ചിലപ്പോൾ അങ്ങനെയുള്ള അപകടങ്ങളും സാധ്യത കൂടുതലാണ്. മഴ അതിശക്തമായി വരുന്നത് പോലെ തോന്നുന്നു. നല്ല കാറ്റുണ്ട്. കരിയിലേക്ക് പറക്കുന്നത് കാണാം നമുക്ക്. മനോഹരമായ കാഴ്ച. കാറ്റ് വീശിയപ്പോൾ ഇലകൾ ഓടി മാറേണ്ട അവസ്ഥയാണ്. കാറ്റാണ്, മരങ്ങൾ ഒടിഞ്ഞു വീഴാം. അങ്ങകലെ ഇതാ മുനിപ്പാറ കണ്ടിരിക്കുന്നു. ഇതാണ് മുനിപ്പാറ. കല്ലിൻ്റെ അടിഭാഗം നമ്മൾ ശ്രദ്ധിക്കുക. ഇതാണ് മുനിപ്പാറ. ഈ പാറ വലിയ വലിപ്പത്തിലാണ്. 3 കല്ലിന്മേലാണ് ഇത് നിലനിർത്തിയിരിക്കുന്നത്. ഇവിടെ ഇതിൻ്റെ മുകളിൽ നമുക്ക് കയറുകയാണെങ്കിൽ ചുറ്റും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. വലിയ വട്ടത്തിലുള്ള പാറയാണ്. അല്പം അത് അടർന്നിട്ടുണ്ട്. നമുക്കിതിൻ്റെ മുകളിൽ ഒന്ന് കയറാം. നല്ല സൗന്ദര്യ ഭംഗി തന്നെയുണ്ട്. കാരണം ഇത് റൗണ്ടായിട്ടാണ് ഇതിനെ പൊട്ടിച്ചെടുത്തിരിക്കുന്നത്. ഇതിന് ഏകദേശം ഒരു 12 അടിയൊക്കെ നീളമുണ്ട്. ഇങ്ങനെ റൗണ്ടാണ് നീളം. ഇങ്ങനെ നോക്കിയാൽ ഒരു 12 അടി കൂടുതലുണ്ട്. ഒരു 15 അടിയൊക്കെ ഉണ്ടായത്. കറക്റ്റ് റൗണ്ടാണ്. ബോളിൻ്റെ ഡിസൈൻ പോലെയാണ് അതിൻ്റെ സൈഡ് കട്ട് ചെയ്തത്. കാലങ്ങൾക്ക് മുമ്പ്, ആയിരക്കണക്കിന് വർഷം മുമ്പ് എന്ന് തന്നെ പറയും. അങ്ങനെ ആയിരിക്കാം. അന്ന് ഇതേപോലെ പൊട്ടിച്ചെടുക്കണമെങ്കിൽ ആധുനിക രീതിയിലുള്ള ഒരു സംവിധാനവും അന്ന് ഇവിടെ ഇല്ല, നമ്മുടെ ഭൂമിയിലില്ല എന്നുള്ളതാണ്. അപ്പോൾ അന്ന് എങ്ങനെ ഇത് ഉണ്ടാക്കിയെടുത്തു എന്ന് നമുക്ക് കൃത്യമായി പറയാൻ സാധിക്കില്ല. പക്ഷേ എനിക്ക് എൻ്റെ മനസ്സുകൊണ്ട് പറയുന്നു, ഇതൊരു മൺകൂമ്പാരം ആയിരുന്നു കാണും.
കാരണം ഇതിൻ്റെ ചുറ്റുപാടും നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവണത് താഴ്ന്ന പ്രദേശമാണ്. ഇവിടെ നിന്നുകൊണ്ട് ആനയോ പുലിയോ ആയിക്കോട്ടെ അങ്ങ് അകലേന്ന് വരുന്നുണ്ടെങ്കിലും നമുക്ക് കാണാം. അങ്ങനത്തെ ഒരു പൊക്കമുള്ള പ്രദേശമാണ്. ഒരു മൺകൂനയുടെ മീതെ ആദ്യം കല്ലുകൾ ഇങ്ങനെ നേരെ വെച്ചിട്ടുണ്ടാവും. ഈ കല്ല് കയറ്റി വയ്ക്കാൻ വേണ്ടിയുള്ള വലിയ പാറകൾ ഇങ്ങനെ കുത്തിച്ചാരി വെച്ച് അതിൻ്റെ മീതെ മണ്ണ് നിരത്തി കാണും. ആ മണ്ണ് അതിൻ്റെ മീതെ നിരത്തിയ ശേഷം പാറ അങ്ങ് അകലെയെന്നോ എവിടെ നിന്ന് വേണമെങ്കിലും വലിച്ച് ഇതിൽ കെട്ടി വലിക്കുകയോ അങ്ങനെ എന്തെങ്കിലും സംവിധാനം പഴയ കാലത്തെ ആൾക്കാർ ഒരുപാട് കൂടി വലിച്ചു കൊണ്ടുവന്നിട്ട് ഈ മൺകൂനയുടെ മീതെ വെച്ച ശേഷം അടിയിലെ മണ്ണ് മാറ്റി കാണും. അങ്ങനെ ആയിരിക്കണം ഇതിൻ്റെ ഉള്ളിൽ ഉണ്ടാക്കിയെടുത്തത്. അങ്ങനെ ആവാനാണ് സാധ്യത എന്ന് എൻ്റെ മനസ്സ് പറയുന്നതാണ്. പക്ഷെ അന്നേ കാലത്ത് എന്തെങ്കിലും ഇനി അവർ എന്തെങ്കിലും അറേഞ്ച്മെൻറ്റുകൾ വേറെ ഉണ്ടാക്കിയൊന്നും അറിയില്ല. എന്തിനു വേണ്ടി ഇത്രയും വലിയൊരു സംഭവം ഇവിടെ ഉണ്ടാക്കിയെടുത്തു എന്നാണ് സംശയം. ഇത്രയും വലിയൊരു പാറ വേറെ പാറകളുടെ മീതെ കയറ്റി വെച്ച് പിന്നെ അതിൻ്റെ ഉള്ളിൽ അണ്ടർഗ്രൗണ്ടുകളായിട്ട് നമുക്ക് താമസിക്കാവുന്ന രീതിയിലുള്ള ഒരു സംവിധാനം ചെയ്ത് ചിലപ്പോൾ പഴയ കാലത്ത് ഈ പുലികൾ ഇപ്പം തന്നെ പുലിയും കാണുന്ന ആനയും കൂട്ടരും നടക്കുന്ന ഒരു ഏരിയ ആണെന്ന് പറയുമ്പോൾ ആയിരക്കണക്കിന് വർഷം മുമ്പ് ഇത് കൊടുങ്കാടായിരുന്നു. അപ്പോൾ കൊടുങ്കാടായതിനാൽ ഇതിനകത്ത് പേടിച്ചിട്ട് താമസിക്കാൻ പറ്റിയ അവസ്ഥ ഉണ്ടായിക്കാണല്ല. അപ്പോൾ അവർക്ക് കയറി രാത്രിയിൽ കിടന്നുറങ്ങാനും മറ്റു കാര്യങ്ങളിലും ആവാം ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ പ്രദേശത്ത് കൂടി ഇതിൻ്റെ ആനകൾ നടക്കുന്നുണ്ടെങ്കിലും എന്ത് പുലികൾ നടന്നാലും നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കയറിയിരുന്ന് നമ്മളൊന്നും ചെയ്യാൻ അവർക്ക് പറ്റില്ല. അപ്പം അതായിരിക്കാം കാരണം. അല്ലാതെ ഇന്നത്തെ കാലത്തെ മാതിരി നമ്മളൊരു കാണാൻ ഭംഗിക്ക് വേണ്ടി ഇങ്ങനെ ഒരു സംഭവം ചെയ്യണമെന്ന് സാധ്യതയില്ലല്ലോ. ഇവിടെ വേറെ വേറെ കഷ്ണങ്ങൾ ഇതേപോലെ ഇതിൻ്റെ മീതിരിക്കുന്ന അതേ പലക പോലത്തെ കഷ്ണങ്ങൾ ഇവിടെയും കിടക്കുന്നുണ്ട്, അവിടെയും കിടക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു റൂം മാത്രമല്ല ഇതിനുണ്ടായത്, വേറെ വേറെ റൂമുകൾ അവർ ഉണ്ടാക്കിയിട്ടുണ്ട്. മുനിപ്പാറ എന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. പണ്ട് മുനിമാരിരുന്നു, തപസ്സിരുന്നു, അല്ലെങ്കിൽ ഇതിൻ്റെ അടിയിൽ ഒളിച്ചിരുന്നു, താമസിച്ചിരുന്നു എന്നൊക്കെയാണ് ഐതിഹ്യം. അപ്പോൾ ഒരു 4000 വർഷം വരെ പഴക്കമുണ്ടെന്നാണ് ഈ പാറ സംവിധാനത്തിന് ഉള്ളത് എന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഏരിയയിൽ നമുക്ക് വന്ന് മുനിപ്പാറ കാണുകയും ഇതെല്ലാം പരിചയപ്പെടുകയും ആസ്വദിക്കുകയും ചെയ്യാം. ഇത് കാലടി പ്ലാന്റേഷനാണ്. നമുക്ക് അങ്കമാലിയിൽ നിന്ന് ഒരു 50 കിലോമീറ്ററിൻ്റെ അടുത്തുണ്ടെന്നാണ് തോന്നണേ. പ്രകൃതി ഗ്രാമം, സിൽവർ സ്റ്റോം, അതിരംപിള്ളി അങ്ങ് പോകണം. ഇതിലല്ല പോണേ, അങ്ങേസ്ഥയുടെ അങ്ങേക്കരക്കട അവിടെ ഒരു പുഴയുണ്ട്. ആ പുഴയുടെ അങ്ങേസ്ഥയുടെ നല്ല മെയിൻ റോഡുണ്ട്. സിൽവർ സ്റ്റോം എന്ന് പറയുന്നത് ഇവിടെ അടുത്ത് തന്നെയാണ്, കുറച്ച് അകലമുള്ളൂ. അങ്ങനെയാണ്. അപ്പോൾ ഈ ഏരിയയിൽ വന്നവന്ന് ആഗ്രഹമുള്ളവർക്ക് വന്ന് കാണാവുന്നതാണ്. ഈ ഏരിയ നല്ല ഭംഗിയുള്ള ഏരിയയാണ്, നല്ല അന്തരീക്ഷം. പക്ഷെ ഇന്ന് നല്ല മഴക്കാരാണ്, മഴ പെയ്യാൻ വളരെ സാധ്യതയുണ്ട്. അപ്പം നമുക്ക് ഇവിടുന്ന് ഇറങ്ങാമെന്നാണ് പറഞ്ഞു തന്നത്. ഒറ്റയ്ക്കുള്ളൂ എന്ന് കരുതി എനിക്ക് പേടിയില്ല. നമ്മളും മലകളിൽ വളർന്നതായതുകൊണ്ട് നമുക്ക് അങ്ങനെ വലിയ ഭയമൊന്നുമില്ല. ആന വന്നാലും നമ്മൾ ഓടി മാറുകയോ മറ്റു കാര്യങ്ങളിലൂടെ രക്ഷപ്പെടാൻ സാധിക്കുമെന്നുള്ളൊരു ധൈര്യം കൂടിയാണ് നമ്മുടെ. അപ്പോൾ ഓക്കെ. കാറ്റത്ത് ഒരു വൻമരം റോഡിന് കുറുകെ വീണ് കിടക്കുകയാണ്. നമുക്ക് പോകാൻ വഴിയില്ലാത്ത അവസ്ഥ.